ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് കിൽ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ലക്ഷ്യ പുതുമുഖം, രാഘവ് ജുവൽ, താന്യ മണിക്കട്ടുള്ള എന്നവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പടം. അടിപൊളി റേറ്റഡ് വയലൻസ് മൂവി ഓഫ് ദിസ് ഇയർ എന്ന് പറയാൻ പറ്റിയൊരു പടം ആണ്. മസ്റ്റായിട്ടും കാണാൻ പറ്റിയൊരു റേറ്റഡ് മൂവിയാണ്. ആൻഡ് ദിസ് ഈസ് എ കംബാക്ക് ഓഫ് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. എന്ന് പറയുന്നത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കരൺ ജോഹറാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൽ സന്തോഷം. പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് നാഗേഷ് ഭട്ട്, നിഖിൽ നാഗേഷ് ഭട്ട്, അങ്ങനത്തെ ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഡയറക്ഷൻ, സ്റ്റോറി തൊടരിയുടെ സ്റ്റോറിയാണ്. സ്റ്റോറി പോലെയാണ്, കുറച്ചൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു ഹൈജാക്ക് പടവും കൂടി കണ്ടിട്ടുള്ളവരാണെങ്കിൽ സ്റ്റോറി സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു ടിപ്പിക്കൽ ഹൈജാക്ക് മൂവി. എൻ്റെ കൂടെ കുറച്ച് റേറ്റഡ് വയലൻസ് ഉണ്ടെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. പെർഫോമൻസസ് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്, സന്തോഷം. എഡിറ്റിങ്, ക്യാമറ വർക്ക്, മ്യൂസിക്, ഇത് BGM ഇതൊക്കെ നല്ലതായിട്ടും ചെയ്തിട്ടുണ്ട്. ആർട്ട് VFX CGI സിനിമാറ്റോഗ്രഫി ഇവർ വെൽ ഡൺ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റിയൊരു പടമാണ് മോനെ. ഈ വർഷം ഇറങ്ങിയ ബോളിവുഡ് മൂവീസ് ഇനി പീക്കിൽ വരാൻ പോവാണ്. എന്താണ് ഇനി വരാൻ പോണത്? വേദ, സ്ത്രീ 2, കേൽമേ, പിന്നെ എന്താണ് സിംഗമഗെയിൻ, പിന്നെ ബുൽബുലയ്യ 3, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഇതെല്ലാം വെയിറ്റിംഗ് ആയിട്ടുള്ള ആളുടെ പറഞ്ഞു വേറെ കാര്യം. പിന്നെ മറ്റേ ശ്രീകാന്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ OTT വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെന്നാണ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.